Hello everyone, welcome back to my YouTube channel MakeWithRichu. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് സിമ്പിളായിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ 3 ഫോൾഡ് ചെയ്യണം. അപ്പം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ 3 പീസസ് കിട്ടും. ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് നമുക്ക് 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് 2 ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനൊന്ന് പിടിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഫോൾഡ് ചെയ്ത് കിട്ടും. നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫോൾഡ് ചെയ്ത ആ പോർഷൻ താഴെയും ഓപ്പണിങ് മുകളിലുമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ആ കോർണർ പോർഷൻ കട്ട് ചെയ്യുന്നില്ല, ചരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഷീറ്റ് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നേരെ കട്ട് ചെയ്യല്ല. ഇതെനിക്ക് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്ക് ഫ്ലവർ നന്നായിട്ട് കിട്ടും. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഫുൾ കട്ട് ചെയ്യല്ല, കുറച്ച് പോർഷൻ നമുക്ക് റോൾ ചെയ്യാൻ താഴെ ബാലൻസ് വേണം. ഒരു 3/4 ലെവലിൽ ചരിച്ച് നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ എത്തുമ്പം നമ്മൾ 3/4 വെച്ചല്ല കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അത് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫുള്ളപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ പോർഷനിലാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കോർണർ വെച്ചല്ല നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. കുറച്ചിങ്ങോട്ട് മാറ്റി, കുറച്ച് സൈഡിലോട്ട് മാറ്റി വെച്ച് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ നമുക്ക് ഫ്ലവർ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതായത് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷനിൽ നിന്ന് നമുക്ക് പതുക്കെ റോൾ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്ലവർ റെഡിയാക്കിയെടുക്കാം. പിന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം വേണ്ടി വരും നന്നായിട്ട് സ്റ്റിക്കായിട്ട്. കുറച്ചധികം സമയം വേണ്ടി വരും സ്റ്റിക്കാകാൻ. നിങ്ങളുടെ ഈ ഫെവി ബോണ്ടോ ഗ്ലൂ ഗണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും.
അപ്പോൾ എന്താ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. നമുക്ക് കാർഡ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് വാൾ ഡെക്കേഴ്സൊക്കെ ഒത്തിരി ചെയ്യാം. ഇത് വെച്ചുള്ള വാൾ ഡെക്കറൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.